ഏറെ സ്നേഹാദരവുകൾ നിറഞ്ഞ പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആമുഖ ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കഴിഞ്ഞ ചില ക്ലാസ്സുകളുടെ തുടർച്ചയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനു മുമ്പ് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഏറെ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ്, അനുഗ്രഹങ്ങളാൽ നിറഞ്ഞ റജബ് മാസത്തിലാണ് നമ്മളുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസം പിറന്നാൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നൊരു പ്രാർത്ഥന നമ്മൾ സാധാരണയായിട്ട് കേട്ടിട്ടുണ്ടാകും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, നീ റജബിലും ശഅബാനിലും ഞങ്ങളിൽ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. വ ബല്ലിഗ്നാ റമളാൻ, ഞങ്ങളെ നീ പരിശുദ്ധ റമളാനിലേക്ക് എത്തിക്കണമേ. തീർച്ചയായും നമ്മൾ ആവർത്തിക്കേണ്ട, നമ്മൾ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ചോദിക്കേണ്ട ഒരു പ്രാർത്ഥനയാണത്. കാരണം നമുക്ക് ഉറപ്പില്ല, റജബ് പോയിട്ട് ഈ ഒരു ദിനം പോലും നമ്മൾ മുഴുവനായി കടന്നു പോകുമോ എന്നുറപ്പില്ലാതെ അത്രയേറെ ഡിമാൻഡ് കുറഞ്ഞൊരു ദുനിയാവിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കണം, അള്ളാഹുവേ, റജബിലും ഷഅബാനിലും നീ ഞങ്ങളിൽ അനുഗ്രഹങ്ങൾ ചൊരിയണം, പരിശുദ്ധ റമളാനിലേക്ക് നീ ഞങ്ങൾ എത്തിക്കണം, ആഫിയത്തോടെ എത്തിക്കണം, ആരോഗ്യത്തോടെ എത്തിക്കണം. 4 മാസങ്ങളുണ്ട്, നമുക്കറിയാം, പരിശുദ്ധമാക്കപ്പെട്ട 4 മാസങ്ങൾ. അതിലൊന്നാണ് റജബ്. ഇതെന്തിനാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിക് കലണ്ടർ, നമ്മൾ ഗ്രിഗോറിയൻ കലണ്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഹിജ്രി കലണ്ടർ എന്ന് പറയുമ്പോൾ ഓരോ മാസമാണ്. റജബാണ് ഈ മാസം, അടുത്തത് ഷഅബാനാണ്, പിന്നെ റമളാനാണ്. ഈ ഓരോ മാസത്തിനും ഓരോ ചരിത്രമുണ്ട്, ഇസ്ലാമിൻ്റെ ചരിത്രമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ മാസങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ റജബിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് മനസ്സിലാക്കൽ നമ്മുടെ ബാധ്യതയാണ്. അടുത്തത് ഷഅബാനാണ് വരുന്നത്, ശേഷം റമളാനാണ് എന്നത് അറിയൽ നമ്മുടെ ബാധ്യതയാണ്. ഒരുപാട് ഹദീസുകളുണ്ട് റജബിൻ്റെ മഹത്വങ്ങൾ പറയുന്ന. സാധാരണ പണ്ഡിതന്മാർ, സലഫ് സ്വാലിഹീങ്ങൾ പറയാറുള്ളത്, റജബ് എന്ന് പറഞ്ഞാൽ നന്മ നേടാനും ഷഅബാനിൽ നന്മ വളർത്താനും റമളാൻ നന്മകൾ കൊയ്യാനുമുള്ള മാസമാണ്. റജബിൽ നിങ്ങൾ ഈമാനിൻ്റെ വിത്ത് ഹൃദയത്തിലിടണം, ഷഅബാനിൽ നിങ്ങളതിനെ പരിപാലിക്കണം, റമളാനിൽ നിങ്ങൾ ഫലം കൊയ്യണം. ഇങ്ങനെ ഒരുപാട് വചനങ്ങളും വർത്തമാനങ്ങളും പരിശുദ്ധമാക്കപ്പെട്ട, ഏറെ അനുഗ്രഹിക്കപ്പെട്ട റജബിനെ പ്രതി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റജബിൽ തന്നെ നമുക്ക് റമളാനെ കാക്കാനും, റമളാന് വേണ്ടി പ്രാർത്ഥിക്കാനും, റമളാന് വേണ്ടി തേടാനും, റമളാന് വേണ്ടി ഒരുങ്ങി തുടങ്ങാനും സാധിക്കണമെന്ന് ഞാൻ ആമുഖമായിട്ട് നിങ്ങളോട് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഫിഖിൻ്റെ വികസിത രൂപങ്ങൾ എന്നതാണ്. ഫിഖിൻ്റെ വികസിത രൂപങ്ങൾ. ഇതിൽ ആമുഖമായിട്ട് പറഞ്ഞതോടൊപ്പം പറയാനുള്ളത്, കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ഇതിൽ ചിലപ്പോൾ തീരെ ഇതിലൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇതെന്താ ഇപ്പോൾ ഫിഖ്, ഖുർആൻ സുന്നത്തൊക്കെ ഇല്ലേ, അതുപോലെ ഫിഖ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം തന്നെയാണോ എന്നൊക്കെയുള്ള വളരെ ബേസിക്കായ സംശയങ്ങളുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ഞാൻ പറയണത് അതൊക്കെ നിങ്ങൾ അവിടെ വെച്ചിട്ട് തന്നെ ഈ ക്ലാസ് കേൾക്കാം. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല എന്നാണെങ്കിൽ അതൊരു പ്രശ്നമൊന്നുമല്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇംഗ്ലീഷിലാകട്ടെ, മലയാളത്തിലാകട്ടെ, അറബിയിലാകട്ടെ, എല്ലാം കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുന്ന എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. എന്താണ്, വാട്ട് ഈസ് ഫിഖ്,
നമുക്കത് വായിച്ചു നോക്കാം, പിന്നെയും വായിച്ചു നോക്കാം. അപ്പം നമ്മളീ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താലൊക്കെ കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ, സംശയങ്ങൾ ദൂരീകരിക്കുകയൊക്കെ ചെയ്യാം. അപ്പം അതുകൊണ്ട് നമ്മളിവിടെ ഇരുന്നിട്ടൊന്നും കിട്ടിയില്ലല്ലോ, ഒന്നും മനസ്സിലായില്ലല്ലോ, കൺഫ്യൂഷൻ കൂടുകയാണല്ലോ ചെയ്തത്. അത് ദീനിൻ്റെ കാര്യത്തിലാണെങ്കിൽ സന്തോഷമാണ്. അത് നമ്മളെ കൂടുതൽ പഠിപ്പിക്കാനാണ് സഹായിക്കുന്നതെങ്കിൽ അത് ഹൈറാണ്. കൺഫ്യൂഷൻ ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യം എന്താണ് ഫിഖ് എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ഫിഖ് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിൻ്റെ പേരാണ് ഫിഖ്. ഇത് ഹറാമാണ്, ചെയ്യാൻ പാടില്ല. ഇത് ഹലാലാണ്, അനുവദനീയമാണ്. ഇത് സുന്നത്താണ്, ചെയ്താൽ കൂലിയുള്ളതാണ്. ഇത് കറാഹത്താണ്, വെറുക്കപ്പെട്ടതാണ്, ഒഴിവാക്കലാണ് നല്ലത്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇതാണ് ഫിഖ്. ഈ ഫിഖ് എങ്ങനെയാണ് നമുക്ക് ലഭിച്ചതെന്ന് വെച്ചാൽ ഇമാമിയങ്ങളിലൂടെയാണ്, മദ്ഹബുകളിലൂടെയാണ്. മദ്ഹബ് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രത്തിൽ നമ്മൾ മുസ്ലിമായി ജീവിക്കാൻ നമ്മൾ സ്വീകരിക്കുന്ന വഴിക്കാണ് എന്ത് പറയാം, മദ്ഹബ് എന്ന് പറയാം. ഒന്നുകിൽ ഷാഫി മദ്ഹബായിരിക്കും, അല്ലെങ്കിൽ ഹനഫി മദ്ഹബായിരിക്കും, ഒന്നുകിൽ മാലിക്കി മദ്ഹബായിരിക്കും, അല്ലെങ്കിൽ ഹംബലി മദ്ഹബായിരിക്കും. അതാണ് മദ്ഹബ്. ആ മദ്ഹബിൻ്റെ ഇമാമുമാർ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ വളരെ ക്ലിയറായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇതെല്ലാം ഇസ്ലാമാണെന്ന് മനസ്സിലാക്കാം. ഇതെല്ലാം ഇസ്ലാമാണ്. ഫിഖ് പുറത്തുള്ളൊരു കാര്യമൊന്നുമല്ല, ഫിഖിൻ്റെ ചർച്ചകളും പുറത്തുള്ളൊരു കാര്യമൊന്നുമല്ല. അതെല്ലാം ഇസ്ലാമാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരാൾ പറയാണ്, ഞാൻ പരിശുദ്ധ ഖുർആനും സുന്നത്തും പറഞ്ഞത് മാത്രമേ അനുസരിക്കൂ, വേറൊരു മഖ്ലൂക്ക് പറഞ്ഞാലും കേൾക്കൂല എന്നൊരാൾ തീരുമാനിച്ചാൽ അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാം. ഒരാൾ പറയുകയാണ് ഞാൻ ഖുർആനും സുന്നത്തെ സ്വീകരിക്കും, അതിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? എൻ്റെ ജീവിതം ഖുർആനും സുന്നത്തിനനുസരിച്ചാണ്, വേറൊരാളും പറഞ്ഞിട്ട് കാര്യമില്ല, ആരും ഞാൻ അനുസരിക്കൂല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അയാൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ഖുർആനിനെയും സുന്നത്തിനെയും ആദ്യം ഒഴിവാക്കേണ്ടി വരും. കാരണം ഖുർആൻ നമുക്ക് നേരിട്ട് കിട്ടിയതാണോ? ഹദീസ് നേരിട്ട് കിട്ടിയതാണോ? എങ്ങനെ കിട്ടിയത്? അല്ലേ? റസൂലിൽ നിന്ന് സഹാബത്ത്, സഹാബത്തിൽ നിന്ന് താബീങ്ങൾ, ഇങ്ങനെ വന്നതല്ലേ അല്ലേ? നമ്മളത് അംഗീകരിക്കല്ലേ, നമ്മൾ കേട്ടത് സ്വീകരിച്ചതല്ലേ. അപ്പം നമ്മൾ ഖുർആനും ഹദീസും അനുസരിച്ചേ ജീവിക്കൂ എന്ന് പറഞ്ഞാൽ വേറൊരു മഖ്ലൂക്കിനെയും നമ്മൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഖുർആനിനെയും സുന്നത്തിനെയും ആദ്യം കൈപിടിയണം. കാരണം അത് നമുക്ക് നേരിട്ട് ലഭിച്ചതല്ല. അപ്പം അവിടെയാണ് ഫിഖ് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം തന്നെയാണ്, ഖുർആനാണ്, സുന്നത്താണ്, അതിൻ്റെ വിശദീകരണങ്ങളാണ്. എന്തിനാണ് ഇങ്ങനെ വിശദീകരണങ്ങൾ? എന്തിനാണ് ഇങ്ങനെ കുറേ വിശകലനങ്ങൾ? എന്തിനാണ് ഇങ്ങനെ കുറേ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ ചോദിക്കും. ചിലപ്പോൾ ദീൻ ഒന്നല്ലേ എന്നൊക്കെ ചോദിക്കും. അതിൽ സംശയമൊന്നുമില്ല, അടിസ്ഥാനം ഒന്ന് തന്നെയാണ്. സിമ്പിളായി പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്കൂൾ, ആ സ്കൂളിൽ എല്ലാവരും വിദ്യാർത്ഥികളാണല്ലേ. പക്ഷെ എന്തിനാണ് 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3-ാം ക്ലാസ്? എന്തിനാണ് കെമിസ്ട്രിക്ക് ഒരു ടീച്ചർ, ഫിസിക്സിന് ഒരു ടീച്ചർ? എന്തിനാണ് ഇൻ്റർവെല്ലുകൾ? എന്തിനാണ് നിങ്ങൾ ടൂറ് പോണത്? എന്തിനാണ് നിങ്ങൾ ആനുവൽ ഡേ വെക്കുന്നത്? എന്തിനാണ് ഇതൊക്കെ? എന്താ എല്ലാ സ്കൂളിലും സെയിം ആയിരിക്കുമോ? കെട്ടിടങ്ങളും സാധനങ്ങളൊക്കെ സെയിം ആയിരിക്കും, പക്ഷെ അവരുടെ ലക്ഷ്യം എന്താണ്? വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണല്ലേ. നമ്മുടെ എളുപ്പത്തിന്, കാരണം എല്ലാവർക്കും ചിലപ്പോൾ ഒരേപോലെ പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണം എന്നുണ്ടാവില്ല. ആ വിശദീകരണം മാത്രമേ ഉള്ളൂ. അടിസ്ഥാനമൊക്കെ ഒന്ന് തന്നെയാണ്. അടിസ്ഥാനം ഖുർആനാണ്, അടിസ്ഥാനം സുന്നത്താണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഇത്രയും ക്ലാസ്സുകളിൽ പറഞ്ഞു വെച്ചത്. ഫിഖ്, മദ്ഹബ്, മദ്ഹബിൻ്റെ ഇമാമുമാർ, മദ്ഹബുകളോടുള്ള നമ്മുടെ നിലപാട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്തത് അങ്ങനെയായിരുന്നു. മദ്ഹബുകളോടുള്ള നമ്മുടെ നിലപാട് എന്താകണം? എന്താണ് ആവേണ്ടത്? ഏതെങ്കിലും ഒരു മദ്ഹബ് നമ്മൾ സ്വീകരിക്കുക. നമുക്കെല്ലാവർക്കും ഒരു മദ്ഹബ് പഠിച്ച് മനസ്സിലാക്കി സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പഠിപ്പിച്ചു തരാൻ പറ്റുന്ന ഒരാളെ നമ്മൾ സ്വീകരിക്കുക. ഓക്കെ, അതാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ തെറ്റുപറ്റൂലേ, അബദ്ധങ്ങൾ പറ്റൂലേ എന്നൊക്കെ ചോദിക്കാം. ശരി തന്നെയാണ്. പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ പണ്ഡിതന്മാർക്കും ഒരേ സമയം തെറ്റൂലല്ലോ. അത് ഇമ്പോസിബിളാണ് ദീനിൻ്റെ കാര്യത്തിൽ. കാരണം അത്രയും ജീവിതം ഒഴിഞ്ഞു വെച്ച് ഈ ദീനിനെ പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. തോന്നിയാസം പറഞ്ഞാൽ പിടിക്കപ്പെടും, കള്ളത്തരം പറഞ്ഞാൽ പിടിക്കപ്പെടും. അതിൻ്റെ ടൂളുകൾ, മെത്തഡോളജികൾ എല്ലാം ഉണ്ട്.
അതാണ് പണ്ഡിതന്മാർ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെയ്തത്. നമുക്ക് എളുപ്പമായി. നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മൾ വിധികളൊക്കെ കണ്ടെത്തിയിട്ട് ജീവിക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് ജീവിക്കാൻ സമയം ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. ഓക്കെ, ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി ഈ ഫിഖ്ഹിൽ തന്നെ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ആണ് ഫിഖിഹിൻ്റെ വികസിത രൂപങ്ങൾ നമ്മൾ പഠിക്കുന്നത്. ഞാൻ അതിൻ്റെ സംജ്ഞകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് എന്താ പറയല്? ഇംഗ്ലീഷ് സംജ്ഞകൾക്കെന്താ ഇംഗ്ലീഷ് പറയല്? ഇനി സംജ്ഞകൾ എന്താണെന്ന് മനസ്സിലാവണല്ലേ? സാങ്കേതിക പദങ്ങൾ, അതിനെന്താ പറയുക ഇംഗ്ലീഷിൽ? ഇസ്തിലാഹത്ത്. ഓക്കെ, നമുക്ക് തുടർച്ചയിൽ പറയാം, ഓർമ്മയുള്ളവർ പറയാം. ഓക്കെ, അപ്പോൾ ചില സാങ്കേതിക പദങ്ങൾ പറയും, ഫിഖിഹിൻ്റെ സാങ്കേതിക പദങ്ങൾ. അതൊന്നുമില്ല, അത് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പം അതിനു മുമ്പ് പിന്നെ സൂറത്തു നിസായിൽ 3 ആയത്തുകളുണ്ട്. എന്താണ് ഇസ്ലാം, ഇസ്ലാം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് ഖുർആൻ, എന്തിനാണ് സുന്നത്ത്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയണം. 3 ആയത്തുകളുണ്ട് ഖുർആനിൽ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ, ചര്യകൾ, ഇത് പഠിപ്പിക്കാനാണ് ഖുർആൻ ഇറങ്ങിയതല്ലേ? നമ്മളെങ്ങനെ, ഹൗ ടു ബിക്കം മുസ്ലിം, നമ്മളെങ്ങനെ മുസ്ലിമായി ജീവിക്കണം, നമ്മളെങ്ങനെ മുന്നോട്ട് പോകണം, നമ്മളെങ്ങനെ നിലപാട് സ്വീകരിക്കണം, ഇത് പഠിപ്പിക്കാനാണ് ഖുർആൻ ഇറങ്ങിയത്. അതിൽ സംശയമൊന്നുമില്ലല്ലോ. അതാണ് ഖുർആൻ, അതാണ് സുന്നത്ത്. എങ്ങനെയാണ് അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടത്, ഇതെല്ലാം പഠിപ്പിക്കാനാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്തിനായിരുന്നു? ഇത് പഠിപ്പിക്കാൻ തന്നെയല്ലേ? സൂറത്തുൽ ബഖറയിൽ അല്ലാഹ് പറയുന്നുണ്ട്, കമാ അർസൽനാ ഫീക്കും റസൂലൻ മിൻകും യത്ലു അലൈക്കും ആയാതിന വയുസക്കീക്കും വയുഅല്ലിമുക്കുമുൽ കിതാബ വൽ ഹിക്മ വയുഅല്ലിമുക്കും മാ ലം തകൂനു തഅലമൂൻ. നിങ്ങൾക്ക് പ്രവാചകന്മാരെ അയച്ചു തന്നു. എന്തിനാണ്? യുസക്കീക്കും, നിങ്ങളെ പ്യൂരിഫൈ ചെയ്യാൻ, നിങ്ങളെ സംസ്കരിക്കാൻ. വയുഅല്ലിമുഹുമുൽ കിതാബ്, കിതാബിനെ പഠിപ്പിക്കാൻ, അള്ളാഹിൻ്റെ ആയത്തുകൾ പഠിപ്പിക്കാൻ, നിങ്ങൾക്കറിയാത്തത് പഠിപ്പിക്കാൻ. ഇതാണ് പ്രവാചകന്മാരുടെ നിയോഗ ലക്ഷ്യമായിട്ട് പറയുന്നത്. അതും ക്ലിയർ ആണല്ലോ. പ്രവാചകന്മാർ വന്നത് നല്ലൊരു മനുഷ്യനായി ജീവിക്കാനുള്ള പാഠങ്ങൾ പഠിപ്പിക്കാനാണ്. സൂറത്തുൽ ജുമഅയിൽ നിങ്ങൾ ഈ ആയത്ത് കണ്ടിട്ടുണ്ടാവും, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും. അതും ഇതന്നെയാണ്, യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. ഇതൊക്കെ പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ വന്നിട്ടുള്ളത് എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇതിനാണ് മഹാന്മാരായ പണ്ഡിതന്മാരും പരിശ്രമിച്ചിട്ടുള്ളത്. അവരൊക്കെ പണിയതായിരുന്നു. നമ്മളിപ്പം ചെയ്യണതും അതുതന്നെയാണ്. നിങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്തിനാ? ഫിഖ് പഠിക്കലാണ് ആത്യന്തിക ലക്ഷ്യം? അല്ല. എന്തിനാ ഫിഖ് പഠിക്കണേ? നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ ഈ ക്യാപിറ്റലിസം നമുക്ക് നൽകിയ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്താണെന്ന് ചോദിച്ചാൽ, അവർ നമ്മളോട് എപ്പോഴും പറയും ബി ഹാപ്പി ബി ഹാപ്പി ബി ഹാപ്പി എന്നാണ്. സന്തോഷിക്കൂ. ഹാപ്പി ആവും എന്നാണല്ലേ? നമ്മൾ ഹാപ്പി ആവും, സന്തോഷിക്കൂ, സങ്കടപ്പെടാതിരിക്കൂ, നിരാശരാകാതിരിക്കൂ, ബി ഓപ്റ്റിമിസ്റ്റിക്. പക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും ഖുർആനിൽ അത് കണ്ടിട്ടുണ്ടാവും? ഖുർആനിൽ അങ്ങനെ നിങ്ങളോട് സന്തോഷിക്കാനൊന്നല്ല പറയണേ, നിങ്ങൾ ഹാപ്പി ആവും എന്നല്ല പറയണേ. സന്തോഷം ലക്ഷ്യമല്ല ഇസ്ലാമിൽ. ഒരു ലക്ഷ്യത്തിൻ്റെ, ഒരു പേർപ്പസിൻ്റെ റിസൾട്ട് മാത്രമാണ്. നമ്മുടെ ലക്ഷ്യം ദീനാണ്. ആ ദീനിൽ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടാവും. പക്ഷെ അതെല്ലാം ഉണ്ടാകുമ്പോൾ തന്നെ ചിലർക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നു, ചിലർക്ക് ചിരിക്കാൻ സാധിക്കുന്നു. ഇതാണ് സന്തോഷമല്ല നമ്മളുടെ അടിസ്ഥാനം. നമ്മളിവിടെ വന്നിട്ട് ഫിഖിഹിൻ്റെ വികസിത രൂപം പഠിക്കാൻ വന്നോന്നല്ല. നമ്മളിവിടെ വന്നത് എന്തിനാന്ന് വെച്ചാൽ, നമുക്ക് കുറേ കാര്യങ്ങൾ അറിയില്ല. നമ്മൾ ജീവിതത്തിൻ്റെ പല തിരക്കുകളിൽ പെട്ടവരായിരുന്നു. മദ്രസയിലൊക്കെ പഠിച്ചിരുന്നു, പക്ഷെ അന്ന് അത്രയും ഗൗരവം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് ദീൻ കുറച്ചും കൂടിയും നന്നായി പഠിക്കണമെന്ന ആഗ്രഹമുണ്ട്, മനസ്സിലാക്കണമെന്ന ആഗ്രഹമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ദാറുൽ അർഖമിൻ്റെ ക്ലാസ്സിൽ വന്നിരിക്കുന്നു. ചിലപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു, ചിലപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല, ചിലപ്പോൾ കൺഫ്യൂഷൻ കൂടുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാകാം, ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ്. എന്തിനാണ് പ്രവാചകന്മാരെ അയച്ചത്? നമുക്ക് ദീൻ പഠിപ്പിച്ചു തരാനാണ്. എന്തിനാണ് ഖുർആൻ? നമുക്ക് ദീൻ പഠിപ്പിച്ചു തരാനാണ്. എന്തിനാണ് സുന്നത്ത്? നമുക്ക് ദീൻ പഠിപ്പിച്ചു തരാനാണ്. അത് വളരെ ക്ലിയർ ആയിട്ടുള്ള പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്തു നിസായിലെ 3 ആയത്തുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടെ. ഞാൻ ആ 3 ആയത്തുകൾ ജസ്റ്റ് പറഞ്ഞ് അർത്ഥം പറഞ്ഞ്, ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അള്ളാഹു സൂറ നിസായിൽ പറയുന്നുണ്ട്, യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നു ലിയുബയ്യിന ലക്കും, നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി തരാൻ.
അള്ളാഹു നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി തരാൻ ഉദ്ദേശിക്കുന്നു. വയഹ്ദിയക്കും സുനനല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരുടെ ജീവിതം ഉണ്ടല്ലോ, സുന്നത്തുണ്ടല്ലോ, സുനനുണ്ടല്ലോ, ട്രഡീഷൻ ഉണ്ടല്ലോ, പാരമ്പര്യം ഉണ്ടല്ലോ, ചരിത്രം ഉണ്ടല്ലോ, അത് പറഞ്ഞു തരാനും അള്ളാഹു ഉദ്ദേശിക്കുന്നു. ആ ഹിദായത്ത് നിങ്ങൾക്ക് തരാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു. വയതൂബ അലൈക്കും, അതോടൊപ്പം തന്നെ നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാനും അള്ളാഹു ഉദ്ദേശിക്കുന്നു. മനുഷ്യരല്ലേ, നമ്മൾ എത്ര തന്നെ സുന്നത്തുകൾ സ്വീകരിച്ചാലും ജീവിതത്തിൽ തെറ്റുപറ്റും, അബദ്ധങ്ങൾ പറ്റും. ആ പശ്ചാത്താപം സ്വീകരിക്കാനും അള്ളാഹു ഉദ്ദേശിക്കുന്നു. അള്ളാഹു അലീമുൻ ഹക്കീം, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. വളരെ ക്ലിയർ ആണ് അതിൽ എന്താണ് ഇസ്ലാം എന്നുള്ളത്. ആ ആയത്തിൽ വളരെ ക്ലിയർ ആണ്. അതുകൊണ്ടാണ് ഞാൻ ആയത്ത് ഓതുന്നത്. വെറുതെ ഓതുമല്ല കേട്ടോ. ഞാൻ ഹാഫിളാണ്, കുറച്ച് ഖുർആനൊക്കെ അറിയാം, എന്നാൽ പിന്നെ നിങ്ങൾ ഇമ്പ്രസ് ചെയ്ത് കളയാന്ന് കരുതിയിട്ടല്ല കേട്ടോ. ഈ ആയത്തിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇസ്ലാം പറയാണ്, അള്ളാഹു നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി തരാൻ, അതാണ് ഫിഖ്, കാര്യങ്ങൾ വ്യക്തമാക്കി തരാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് വഴി കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാനും നിങ്ങളുടെ തൗബ സ്വീകരിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയാണ്, വീണ്ടും ആവർത്തിക്കാണ്, വല്ലാഹു യുരീദു വയതൂബ അലൈക്കും, നിങ്ങളുടെ തൗബ സ്വീകരിക്കാൻ അള്ളാഹു ആഗ്രഹിക്കുന്നു. വയുരീദുല്ലദീന യത്തബിഊന ശഹവാതി അൻ തമീലു മൈലൻ അളീമ, എന്നാൽ ദുനിയാവിനെ ലക്ഷ്യമാക്കുന്നവർ നിങ്ങളിൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വഴികേടിലായി പോകാനാണ്. ഇതാണ് വ്യത്യാസം. അള്ളാഹ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിർമാർഗത്തിലാകാനാണ്. ഈ ദുനിയാവിൻ്റെ ഇച്ഛക്കനുസരിച്ച് ജീവിക്കുന്നവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തെറ്റിപ്പോകാനാണ്, വഴിതെറ്റിപ്പോകാനാണ്, ലലാലത്തിൽപ്പെടാനാണ്. നിങ്ങളെ പരമാവധി പ്രലോഭിച്ച് പ്രകോപിപ്പിച്ച് നിങ്ങളെ വഴിതെറ്റിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇനി അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആയത്ത്. ഈ മൂന്നാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നു, യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും വഖുലികൽ ഇൻസാനു ദഈഫ. അങ്ങനെയൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി തരാൻ അല്ലാഹ് ഉദ്ദേശിക്കുന്നു, ഹിദായത്ത് നൽകാൻ ഉദ്ദേശിക്കുന്നു, നിങ്ങളെ തൗബ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. അതൊക്കെ ആണെങ്കിലും അല്ലാഹ്ക്ക് ഒരു കാര്യം അറിയാം, നിങ്ങൾ ദുർബലരാണ്, നിങ്ങൾക്ക് എളുപ്പം ആവശ്യമാണ്. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, അള്ളാഹു നിങ്ങൾക്ക് കാര്യങ്ങൾ ലഘൂകരിച്ച് തരാൻ, നിങ്ങളുടെ ഭാരം കുറക്കാൻ ആഗ്രഹിക്കുന്നു എന്നും കൂടി പറയുന്നുണ്ട്. ഇതാണ് ഇസ്ലാം. അതെന്താണെന്ന് നമ്മുടെ തുടർ ചർച്ചയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് എപ്പോഴാണ് മനസ്സിലാവുക എന്ന് വെച്ചാൽ, നമ്മൾ റമളാനിൽ കേൾക്കുന്ന ആയത്താണ് ഷഹ്റു റമളാനിൽ ലദീ ഉൻസില ഫീൽ ഖുർആൻ, അല്ലേ? അതിൽ നോമ്പിൻ്റെ നിയമങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലാഹ്. ഖുർആൻ ഇറങ്ങിയ മാസമാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അവസാനം പറയുന്നത് എന്താ അറിയോ? നോമ്പ് പറഞ്ഞിട്ട് നോമ്പിൻ്റെ വിശദീകരണം പറഞ്ഞിട്ട് അല്ലാഹ് പറയണത്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ, അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പമാണ്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, അള്ളാഹു നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് പ്രയാസമല്ല. നോമ്പിൻ്റെ ലക്ഷ്യമായിട്ട് പറയാം, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എളുപ്പമാണ്, പ്രയാസമല്ല. തയമ്മും എന്താണെന്നറിയില്ലേ? നോമ്പിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത്? നോമ്പ് എല്ലാവർക്കും നിർബന്ധമാണ്, അല്ലേ? പ്രായപൂർത്തിയായി എല്ലാവർക്കും നോമ്പ് നിർബന്ധമാണ്. പക്ഷേ യാത്രക്കാരനാണെങ്കിലോ ഇളവുണ്ട്, രോഗിയാണെങ്കിലോ ഇളവുണ്ട്. ഒരാൾ മാറാരോഗിയാണ്, അയാൾ രോഗം മാറാനേ സാധ്യതയില്ല, എന്നാൽ അയാൾ എന്ത് ചെയ്യേണ്ട? നോമ്പ് വെക്കണ്ട. എന്ത് ചെയ്താൽ മതി? പാവപ്പെട്ടവർക്ക് കോമ്പൻസേഷൻ കൊടുത്താൽ മതി. അയാൾക്ക് അതും ഇല്ലെങ്കിലോ പിന്നെ കൊടുക്കണ്ടല്ലോ, ഇല്ലല്ലോ. അപ്പോൾ എന്നിട്ട് അള്ളാഹ് അവസാനം പറയാണ്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്, അള്ളാഹു നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് എളുപ്പമാണ്. നമ്മളിതൊക്കെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എളുപ്പമാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നിസ്കാരം ഒന്ന് നിസ്കരിക്കാൻ പറ്റൂലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാൻ പറ്റൂലെങ്കിൽ കടന്ന് നിസ്കരിക്കാൻ പറ്റൂലെങ്കിൽ മനസ്സും കൊണ്ട് നിസ്കരിക്കാൻ പറ്റൂലെങ്കിൽ നാട്ടുകാർ മയ്യത്ത് നമുക്ക് വേണ്ടി നിസ്കരിക്കും. എന്നാലും നിസ്കാരമുണ്ട് കേട്ടോ, അവിടെ എല്ലാ സമയം നിസ്കാരമുണ്ട്. അങ്ങനെയല്ലേ? ഒരുത്തം പറയുന്നത് മനസ്സുകൊണ്ട് നിസ്കരിക്കാൻ പറ്റില്ല, അതിൻ്റെ അർത്ഥം മയ്യത്തായി എന്നാണ്. മയ്യത്തുണ്ടെങ്കിൽ മയ്യത്ത് നമസ്കാരം, മറ്റുള്ളവർ നിസ്കരിക്കും, നമ്മൾ നിസ്കരിക്കണ്ട, നമുക്ക് പറ്റാത്തൊരു കാര്യമാണ്. ഇതാണ് ഇസ്ലാം. നിങ്ങൾക്ക് എളുപ്പമാണല്ലോ ഉദ്ദേശിക്കുന്നത്. തയമ്മും എന്താണ്? തയമ്മും ഒരാൾക്ക് വെള്ളം കിട്ടിയില്ല, അപ്പോൾ അയാൾ എന്ത് ചെയ്താൽ മതി? തയമ്മും ചെയ്താൽ മതി. ഒന്നും നിർബന്ധമില്ല നിസ്കാരത്തിന്, പക്ഷെ ഒന്നും വെള്ളമില്ല, എന്ത് ചെയ്യുക? ഒരാളുടെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടു, എന്ത് ചെയ്യുക? ഒരാൾക്ക് വെള്ളം നനക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്. എന്ത് ചെയ്യുക? തയമ്മും ചെയ്താൽ മതി. തയമ്മും എങ്ങനെയാ? നമുക്കറിയാം, തയമ്മും മണ്ണിലടിച്ച് നമ്മുടെ കൈയും മുഖവും ഒരു തവണ കഴുകുന്നതിനാണ് തയമ്മും എന്ന് പറയുക. എന്നിട്ട് അള്ളാഹ് പറയുന്നുണ്ട്, അതിൻ്റെ അവസാനം അള്ളാഹ് പറയാണ്, മാ യുരീദുല്ലാഹു ലിയജഅല അലൈക്കും മിൻ ഹറജ്, അള്ളാഹു നിങ്ങൾക്ക് ഹറജല്ല, പ്രയാസമല്ല ഉദ്ദേശിക്കുന്നത്. വലാകി യുരീദു ലിയുതഹിറക്കും, നിങ്ങളെ ശുദ്ധീകരിക്കൽ മാത്രമാണ് അള്ളാഹിൻ്റെ ലക്ഷ്യം. നിങ്ങളെ ശുദ്ധീകരിക്കുക, അത് ഫിസിക്കലി, അത് സ്പിരിച്വലി, അത് മെൻ്റലി, എല്ലാ അർത്ഥത്തിലും നിങ്ങളെ ശുദ്ധീകരിക്കലാണ് അള്ളാഹിൻ്റെ ലക്ഷ്യം, അല്ലാണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കലല്ല. ഇതാണ് പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ.
മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മഹാനായ സ്വഹാബിയാണ്. ആ മുആദ് ബിൻ ജബലിനെ യമനിലേക്ക് അള്ളാഹിൻ്റെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി അയക്കുമ്പോൾ റസൂൽ വളരെ പ്രാധാന്യത്തോടെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് എന്താണെന്നറിയാം? മുആദേ യസ്സിറു വലാ തുഅസ്സിറു ബശ്ശിറു വലാ തുനഫിറു. പ്രയാസപ്പെടുത്തരുത്, അവരെ എളുപ്പമുണ്ടാക്കണേ, അവരെ വെറുപ്പിക്കരുതേ, അവർക്ക് സന്തോഷം കൊടുക്കണേ. അതാണ് ഇസ്ലാം. അപ്പം അള്ളാഹു നമുക്ക് ഉദ്ദേശിക്കുന്നത് എളുപ്പമാണ്. അള്ളാഹു നമുക്ക് ഉദ്ദേശിക്കുന്നത് പ്രയാസമല്ല. അള്ളാഹു നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ ശുദ്ധീകരിക്കാനാണ്, നമ്മളെ നന്നാക്കാനാണ്, നമ്മളെ മനോഹരമായ ജീവിതം നയിക്കുന്ന മനുഷ്യരാക്കി മാറ്റാനാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇപ്പം ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഇസ്ലാമിൽ കട്ടാൽ, മോഷണം നടത്തിയാൽ ഇസ്ലാമിൻ്റെ പ്രതിക്രിയ, ക്രിമിനൽ നിയമം എന്താ? കൈവിട്ടുക എന്നുള്ളതാണ്. പക്ഷേ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഒരാൾ കട്ടു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അയാളെ അല്ല ശിക്ഷിച്ചത്. ആരെ ശിക്ഷിച്ചത്? ഒരടിമ മോഷണം നടത്തി. ഇസ്ലാമിലെ നിയമം എന്താണ്? കൈവെട്ടണം എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു ശിക്ഷിച്ചത് ആ അടിമയുടെ ഉടമയായിരുന്നു. തോന്നിയ പോലെ ചെയ്തതല്ല കേട്ടോ. ഉമറുൽ ഫാറൂഖ് അത് പഠിച്ച് മനസ്സിലാക്കി സാഹചര്യത്തിനനുസരിച്ച് സ്വീകരിച്ചൊരു ഫിഖാണത്. കാരണം എന്തായിരിക്കും? അയാൾ കക്കാനുള്ള കാരണക്കാരൻ ആരാണ്? ഇയാളാണ്, ഉടമയാണ്. വേറൊരാൾ മോഷണം നടത്തി, അയാളെ ശിക്ഷിച്ചില്ല. എന്താ കാരണം? അയാൾ കക്കാൻ കാരണം പട്ടിണിയായിരുന്നു. ആ സാഹചര്യം പഠിച്ചു മനസ്സിലാക്കിയ ഒരു നിയമം റസൂലിനോട് ചോദിക്കാൻ പറ്റുമില്ല, സ്വന്തമായിട്ട് എന്തെങ്കിലും തീരുമാനിക്കാൻ പറ്റുമില്ല. ഖുർആൻ്റെ ലക്ഷ്യം എന്താണ്, ഇസ്ലാം എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇസ്ലാമിൻ്റെ ലക്ഷ്യം എന്താണെന്നൊക്കെ മനസ്സിലാക്കി പഠിച്ച് ഒരു വിധി പറയാം. അപ്പോഴെന്താണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്? എളുപ്പമാണ്. ഇവൻ നിങ്ങൾ ഒരു പള്ളിയിൽ പോകുന്നിടത്ത് നിങ്ങൾക്ക് ജീവനിൽ അപകടമുണ്ടാക്കുന്നു എന്തോ ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിസ്കരിച്ചാൽ മതി. തണുപ്പ് നിങ്ങളുടെ ജീവൻ അപായപ്പെടുത്തുമെങ്കിൽ ഒതു കൊടുക്കണ്ട. അല്ലേ? ഡൽഹിയിലൊക്കെ പോയവർക്ക് അറിയും. അതേപോലെ തന്നെ പല കൺട്രീസിലും പകല് ദൈർഘ്യം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായിരിക്കും. അപ്പം അതിനനുസരിച്ച് നിയമങ്ങൾ. എളുപ്പം വെറുതെ ഉണ്ടാക്കലല്ല കേട്ടോ. തോന്നിയ പോലെ ഒരാൾ നമുക്കിങ്ങനെ ദീനിൽ എളുപ്പം ഉണ്ടാക്കാൻ സ്വന്തമായിട്ട് പറ്റില്ല. അതിന് ബേസ് വേണം. ഖുർആനും സുന്നത്തും ഉണ്ട്. ചില മനുഷ്യന്മാരൊക്കെ ഉണ്ട് ദീൻ എന്ന് പറഞ്ഞാൽ അതിന് അത് വിചാരിച്ചിട്ട്. അപ്പം എന്നോട് മുമ്പ് ഒരാൾ ചോദിച്ചിരുന്നു, അള്ളാഹ് ഉദ്ദേശിക്കുന്നത് എന്താണ്? നന്നാകണം എന്നാണല്ലോ. എന്ത് നിസ്കരിക്കണം? ഒരാൾ നിസ്കരിക്കുന്നൊന്നുമില്ല. അയാൾ നല്ല മനുഷ്യനാണ്. പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? പറ്റുമോ? എന്തേ? അത് ക്ലിയറാണ്. ഖുർആനിൽ ക്ലിയറായി പറഞ്ഞാണ് നിസ്കാരം നിർബന്ധമാണ്. അതിൽ വേറെ ഇതൊന്നുമില്ല. ഇളവുകളുണ്ട്, വിശദീകരണത്തിൽ ഇളവുകളുണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഇസ്ലാം. ഇസ്ലാം നമുക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. ഇനി രണ്ടാമതൊരു ഭാഗം, ഇസ്ലാമിൻ്റെ മക്സദ്, ഇസ്ലാമിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. ഇപ്പം നമ്മളെ ജീവിതത്തിൽ, ഇപ്പം നാട്ടിൽ നന്മയുണ്ടാവണം, തിന്മയുണ്ടാവരുത്, മൂല്യങ്ങൾ ഉണ്ടാവണം, തിന്മകൾ ഇല്ലാതാകണം. വെറുതെ സംഭവിക്കും ഇത്? ഇല്ല. അതിനെന്ത് വേണം? ചില മൂല്യങ്ങൾ, ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ചെയ്യണം. അല്ലേ? അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ദുനിയാവിൽ പ്രശ്നം ഉണ്ടാവും, കലാപം ഉണ്ടാവും. അപ്പം അതിൽ ഇസ്ലാം അടിസ്ഥാനമായിട്ട് സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങളുണ്ട്. പണ്ഡിതന്മാർ പിന്നെ അതിനെ വിശദീകരിച്ചിട്ട് 6, 7, 8 എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം ക്ലിയർ തന്നെയാണ്, അതിൻ്റെ ഉള്ളിൽ വരും. 5 കാര്യങ്ങൾ നിർബന്ധമാണ് പ്രൊട്ടക്റ്റ് ചെയ്യൽ. അതിലൊന്നെന്താ? ആർക്കെങ്കിലും അറിയാം? 5 കാര്യങ്ങൾ ഇസ്ലാമിൽ പ്രൊട്ടക്റ്റ് ചെയ്യൽ നിർബന്ധമാണ്. അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ നാട്ടിൽ പ്രശ്നം ഉണ്ടാവും. എന്താണത്? ഒന്ന് ദീനാണ്. മനുഷ്യൻ്റെ ദീൻ അത് സംരക്ഷിക്കപ്പെടണം. രണ്ടാമത്തത് മനുഷ്യൻ്റെ ജീവനാണ്. അതാരും എന്ത് ചെയ്യരുത്? അപഹരിക്കരുത്. ആരും കൊല്ലാൻ പാടില്ലല്ലോ. അല്ലേ? കൊന്നു കഴിഞ്ഞാൽ എന്തുണ്ട്? ഇസ്ലാമിൽ ശിക്ഷയുണ്ട്. നമ്മുടെ നാട്ടിൽ എന്തുണ്ട്? ശിക്ഷയുണ്ട്. അല്ലേ? എല്ലാ നാട്ടിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ക്രിമിനൽ സിവിൽ നിയമങ്ങൾ എല്ലായിടത്തും ഇല്ലേ? ഇസ്ലാമിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? ഒരാളുടെ ദീനാണ്. രണ്ടാമത്തെ എന്താണ്? അയാളുടെ ജീവനാണ്. മൂന്നാമത്തത് അയാളുടെ അക്കിലാണ്. അക്കിൽ, ബുദ്ധി. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ഹറാം? കള്ള് ഹറാം, മദ്യം ഹറാം, ലഹരി ഉണ്ടാക്കുന്നത് ഹറാം. ബുദ്ധി സംരക്ഷിക്കപ്പെടണം, നിർബന്ധമാണത്. അത് അടിസ്ഥാനമാണ്, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും. അല്ലേ? മൂന്നാമത്തത്. നാലാമത്തത് കുടുംബമാണ്. കുടുംബം സംരക്ഷിക്കപ്പെടണം, നിർബന്ധമാണ്, ഇസ്ലാമിലെ അടിസ്ഥാനമാണത്. അഞ്ചാമത്തത് സമ്പത്താണ്. ഒരാളുടെയും സമ്പത്ത് ആരും എന്ത് ചെയ്യരുത്?
അപഹരിക്കരുത്. സമ്പത്ത് സംരക്ഷിക്കുകയും ചെയ്യേണ്ടതെന്നാണ് എന്താ സംഭവിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ തമ്മിൽ തന്നെ എന്തുണ്ടാവും? അല്ല, അടിയും പിടിയും കുത്തുമായിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ മനുഷ്യന്മാർ കുറച്ചൊക്കെ സമാധാനത്തിൽ ജീവിക്കണേ? അത് കക്കാൻ പാടില്ല, എടുക്കാൻ പാടില്ല. നിങ്ങൾ ഹോസ്റ്റലൊക്കെ കണ്ടിട്ടില്ല? ഞാൻ ഒരുപാട് കാലം ഹോസ്റ്റലിൽ പഠിച്ചൊരു മനുഷ്യനാണ്. എൻ്റെ ജീവിതത്തിൽ എല്ലാ ഹോസ്റ്റലുകളിലും എല്ലാ ബാച്ചുകളിലും ഏതെങ്കിലും ഒരു മോഷണക്കാരുണ്ടാവും. മോഷണം നടക്കും. സാധാരണ മോഷണം നടന്നാലൊക്കെ ഞാൻ സാന്ദർഭികമായിട്ട് പറയാം, മോഷണം നടന്ന ആദ്യം പിടിക്കാരറിയോ? സാമ്പത്തികമായിട്ട് വളരെ പിന്നാക്കമുള്ള ആളായിരിക്കും പിടിക്കുക. കാരണം ഓനിക്കാണല്ലോ ആവശ്യം. ശരിക്കും പറഞ്ഞാൽ അവനല്ല ആവശ്യം, അവന് പൈസൻ്റെ ആവശ്യമൊന്നുമില്ല, അവൻ കക്കിയൊന്നും ചെയ്യില്ല. പൈസ ആർക്കായിരിക്കും ആവശ്യം അറിയോ? നന്നായിട്ടുള്ളവനിക്കായിരിക്കും. കാരണം അത് കിട്ടാണ്ടാകുമ്പോൾ. പക്ഷെ ഇല്ലാത്തവന് ഇല്ലാതെ ജീവിച്ച് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവനിക്ക് കക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ സമ്പത്ത് സംരക്ഷിക്കപ്പെടേണ്ട സാധനമാണ്. ഞാൻ വളരെ സിമ്പിളായി പറഞ്ഞതാണ്. ഇത് 5 നിർബന്ധമാണ്. പിന്നെ 6ാമതായിട്ട് പണ്ഡിതന്മാർ എണ്ണി അഭിമാനം. ഒരാളുടെയും അഭിമാനത്തിന് എന്ത് ചെയ്യരുത്? ക്ഷതം വരുത്തരുത്. അഭിമാനം വളരെ പ്രധാനമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പോൾ പുതിയ കാലത്ത് ചെറിയ കുട്ടിക്ക് പോലും അഭിമാനം ഉണ്ടല്ലേ? നിങ്ങൾ അവരെ ഒന്ന് ചീത്ത വിളിച്ച് നോക്കിയാൽ, ആൾക്കാരെ മുമ്പിൽ വെച്ചിട്ട് കളിയാക്കി നോക്കിയാൽ, ചെറിയ കുട്ടീനെ അവരെന്ത് ചെയ്യും? നിനക്ക് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞു നോക്കിയാൽ അവരെ ബുദ്ധി വെച്ചിട്ട്. കാരണം അവർ ചെറുപ്പം മുതലേ വിഷ്വൽ മീഡിയയും ഫേസ്ബുക്കും വാട്സപ്പൊക്കെ കണ്ടിട്ട് അവരെ ബുദ്ധിയിൽ ഇതൊക്കെ ഉണ്ട്. അവർക്ക് മനസ്സിലാവും ഇതെന്നെ കളിയാക്കിയതാണ്, ആൾക്കാരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടിട്ടുണ്ടെന്ന് ആ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ബുദ്ധിയൊക്കെ ഇപ്പോൾ അങ്ങനത്തെ കാലമാണ്, അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അഭിമാനം നിർബന്ധമാണ് സംരക്ഷിക്കൽ ഇസ്ലാമിൽ. ഇതൊക്കെ സംരക്ഷിച്ചാലല്ലേ ദുനിയാവിൽ സമാധാനം ഉണ്ടാവും, അല്ലേ? ജീവിക്കാൻ പറ്റൂ. ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. അപ്പം അതുകൊണ്ടാണ് കള്ളുടിക്കരുത് എന്ന് പറയുന്നത്. ഇസ്ലാമിൽ ഹറാമാണ്. കൊല്ലരുത്, ഹറാമാണ്. മോഷണം നടത്തരുത്, ഹറാമാണ്, തെറ്റാണ്. പിന്നെന്താ? വ്യഭിചരിക്കരുത്, തെറ്റാണ്. പിന്നെ മക്കളെ കൊല്ലരുത്, തെറ്റാണ്. ഇതെല്ലാം തെറ്റാണ്, ഇസ്ലാമിൽ പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് ഈ നിയമം. ഇതൊക്കെ ഫിഖ് തന്നെയല്ലേ, നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളാണല്ലോ. ഈ 5 കാര്യങ്ങൾ, 5ൽ 6 അഭിമാനം. പിന്നെ പരിസ്ഥിതി പറയുന്നുണ്ട്. പരിസ്ഥിതി സംരക്ഷിക്കണ്ടേ? പരിസ്ഥിതി സംരക്ഷിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ജീവിക്കാൻ പറ്റില്ല. പരിസ്ഥിതി, കാലാവസ്ഥ എല്ലാം ഉണ്ട് അതിൽ. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ഞാൻ എന്താണ് ദീനെന്ന് പറഞ്ഞു, എന്താണ് ഖുർആൻ എന്ന് പറഞ്ഞു, അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ആകുമ്പോഴും അള്ളാഹു എല്ലാം വിശദീകരിച്ച് തരുമ്പോഴും നമ്മളെ കാര്യങ്ങൾ എളുപ്പമാക്കി തരുന്നു. അതോടൊപ്പം തന്നെ ഈ മനുഷ്യ ജീവിതം സുഗമമാകാൻ വേണ്ടി അള്ളാഹു ചിലതൊക്കെ സംരക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ 5 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതേ സമയം തന്നെ 3 അടിസ്ഥാനങ്ങൾ മനുഷ്യ ജീവിതത്തിലുണ്ട്. ഞാനതിൻ്റെ ടേം പറയാം. ഒന്ന് ലറൂറിയാത്ത്, രണ്ടാമത്തത് ഹാജിയാത്ത്, മൂന്നാമത്തത് തഹ്സീനാത്ത്. ഇത് 3 മനസ്സിലാക്കൽ നിർബന്ധമാണ്. ഞാൻ സിമ്പിളായിട്ട് പറയാം. ലറൂറിയാത്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ളതാണ്. അത് ആ മനുഷ്യന് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിലില്ലേ. രണ്ടാമത്തത് ഹാജിയത്താണ്, ആവശ്യമാണ്, ഒഴിവാക്കിയാൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. മൂന്നാമത്തത് തഹ്സീനാത്താണ്, അതൊരു അലങ്കാരമാണ്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ചോറ് കഴിക്കുമ്പോൾ ഏതാണ് ലറൂറിയാത്ത്? ചോറും കറിയും നിർബന്ധമല്ല അല്ലേ? ഏതാണ് അതിൽ ഹാജിയാത്ത്? ആ കറിയിൽ മീൻ കഷ്ണം ഉണ്ടാവുക. മീൻ പൊരിച്ചൊക്കെ തഹ്സീനാത്തിലേക്ക് അത്രയ്ക്ക് നമുക്ക് പോകില്ലല്ലോ. മീൻ കറിയിൽ മീൻ ഉണ്ടാവുക, അത് വലിപ്പുണ്ടാവുക. എന്താണ് തഹ്സീനാത്ത്? 5-6 ഉപ്പേരി ഉണ്ടാവുക. അതിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏതാ? ചോറും കറിയാണ്. ഇതേപോലെ ഈ ലറൂറിയാത്ത് അള്ളാഹു പരിഗണിക്കും മനുഷ്യൻ്റെ കാര്യത്തിൽ. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നമ്മൾക്ക് കള്ള് ഹറാമാണ്, പക്ഷേ ലറൂറിയാത്തിൻ്റെ സന്ദർഭത്തിൽ അതെന്താകും? ഹലാലാകും. എപ്പോഴാണത്? അങ്ങനെ പരിഗണിച്ചിട്ടാണ്. ചിലപ്പോൾ ഹാജിയാത്ത്, തഹ്സീനാത്തിലൊന്നും ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് ലറൂറി. ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ ചില ഘടകങ്ങളുണ്ടല്ലോ അല്ലേ? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഘട്ടങ്ങളില്ലേ? നിർബന്ധ ഘട്ടങ്ങളുണ്ട്, അല്ലാത്ത ഘട്ടങ്ങളുണ്ട്, ഇങ്ങനെയുണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി. ഓക്കെ, നമ്മൾ കഴിയാൻ പോകട്ടെ. കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ സംജ്ഞകളിലേക്ക് പോവാണ്. ഇപ്പോൾ ഒരാളെ വിഷയത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ അവിടെ നീതി നിർബന്ധമാണ് കേട്ടോ. നീതി അല്ലേ? രണ്ടാമത്തെ സമത്വം നിർബന്ധമാണ് ഇസ്ലാമിൽ അല്ലേ? സമത്വം നിർബന്ധമല്ലേ? മൂന്നാമത്തത് തുല്യത നിർബന്ധമാണ്. അതിൽ ഒരു കൃത്യമായ ബാലൻസ് ഉണ്ടാവണം. ഏതുപോലെ എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇപ്പോൾ സ്ത്രീ പുരുഷ സമത്വത്തിനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് ലിബറലുകൾ അട്ടഹസിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ശരിക്കും ഇസ്ലാമിൽ എന്താ പറയണമെന്ന് വെച്ചാൽ, മനുഷ്യന്മാർ തമ്മിൽ സമത്വം അല്ല വേണ്ട, അത് ഒരിക്കലും ഉണ്ടാവില്ല. നമുക്കിടയിൽ സമത്വം ഉണ്ടാവുമോ? എനിക്ക് നിന്നെ പോലെ ആകണം, നിനക്ക് എന്നെ പോലെ ആകണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കൂല. പക്ഷെ എന്തുണ്ടാവണം? നീതി അവിടെ വേണം. ആണും പെണ്ണും വ്യത്യാസമല്ലേ? ബയോളജിക്കലി വ്യത്യാസമല്ലേ? പലതരത്തിൽ വ്യത്യാസമല്ലേ? അത് നമ്മൾ എന്ത് പറഞ്ഞാലും അത് വ്യത്യാസമാണ്. പക്ഷേ അവൾ പെണ്ണാണ്, അതുകൊണ്ട് അത്ര മതി.
അത് പാടില്ല, അത് അനീതിയാണ്. അവിടെ ഇസ്ലാം ഒരു നിലക്കും എന്ത് ചെയ്യുന്നില്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറല്ല. അവിടെ ചെറിയ കുട്ടിയാണ്, അതുകൊണ്ട് അവൾ അത്രയൊക്കെ പരിഗണിച്ചാൽ മതി. ഇപ്പം ഇന്നിപ്പോൾ നിങ്ങൾ എന്താണ് എറണാകുളത്തെ ഒരു കോളേജിൽ ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അധ്യാപകൻ പറയാണ് ആ കുട്ടിയോട്, ഇജ് ഇസ്ലാമിസ്റ്റാണ്, ഇജ് തീവ്രവാദിയാണ്, ഭീകരവാദിയാണ്, മറ്റേതാണ് മറിച്ചേതാണ്. അയാൾ എല്ലാവരോടും അത് പറയില്ല. അരിവളോട് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അയാളെ ബാധിക്കില്ല, ചിലപ്പോൾ പ്രൊമോഷൻ കിട്ടും. അത് അനീതിയാണ്. അങ്ങനെയുള്ള ചില ഉണ്ടല്ലോ, നമ്മൾ അത് പാടില്ല. പക്ഷേ എല്ലാവർക്കും സമത്വമൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. എല്ലാവർക്കും സമ്പത്തുമാണ്, എനിക്ക് അവനെ പോലെ ജീവിക്കണം എന്നൊക്കെ തീരുമാനിച്ചാൽ ചിലപ്പോൾ നടക്കില്ല ഒന്നും. അപ്പോഴാണ് മറ്റേ പ്രശ്നം ഉണ്ടാവുക. കക്കേണ്ടി വരും, കൊല്ലേണ്ടി വരും, അല്ലേ, ഒരാളുടെ അഭിമാനം ക്ഷതപ്പെടുത്തേണ്ടി വരും. അത് ഇസ്ലാമിൽ പാടില്ല. ഓക്കെ, അപ്പം ഇത്രയുള്ള കാര്യങ്ങൾ. ഇനി അടുത്തത് നമ്മൾ അവസാനിപ്പിച്ച് പറയാനുള്ളത് നേരത്തെ പറഞ്ഞ ചില ഫിഖിഹിൻ്റെ രീതികളാണ്. ഒരു വിധി ഉണ്ടാക്കുമ്പോൾ ആ സാഹചര്യം പരിഗണിച്ചിട്ടായിരിക്കും ഫിഖ് രൂപപ്പെടുക, വിധി രൂപപ്പെടുക. ഓക്കെ, ഇപ്പം എനിക്ക് 3 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്, മോളാണ്. അപ്പം അവൾ രാത്രി ഉറങ്ങൂല, 1 മണി 2, 3 മണിയൊക്കെയാണ്. നമുക്ക് ഉറങ്ങാൻ പറ്റൂലല്ലോ, ഉറങ്ങാനും വിടൂല. എന്നാൽ പിന്നെ ഇവള് ഉറങ്ങി, എന്നാൽ രാവിലെ ഉറങ്ങാമെന്ന് കരുതി ഇവള് നേരത്തെ എണീറ്റിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഉറങ്ങാൻ വിടില്ല, അടിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ തീരുമാനിക്കുകയാണ് ഇവളങ്ങനെ എന്നെ ഉറങ്ങാൻ വിടില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, എൻ്റെ കുട്ടീനോട് ഞാൻ എന്ത് സമീപനം സ്വീകരിക്കുക? ആ സമീപനം സ്വീകരിക്കുമ്പോൾ ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കും? ഇതെൻ്റെ മോളാണ്, കുട്ടിയാണ്, അവൾക്കൊന്നും അറിയില്ല, അവൾക്ക് ബുദ്ധി, ഇങ്ങനെയല്ലേ നമ്മൾ ഇതാക്കുക. എല്ലാവരോടും ഒരേപോലെ. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു കുരുത്തം കൊട്ടാനാണെങ്കിലോ അവൻ വളരെ ദുൽമാണ് ചെയ്യണമെങ്കിൽ അവൻ ചിലപ്പോൾ പൊട്ടിക്കുക, അടിക്കുക, ചിലപ്പോൾ പോലീസ് കംപ്ലൈൻ്റ് ഒക്കെ ചെയ്യും. അത് നമ്മൾ സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മൾ നിയമം ഉണ്ടാക്കുക, വിധി തീരുമാനിക്കുക, തീരുമാനങ്ങളൊക്കെ എടുക്കുക. ഞാനത് കുറച്ചും കൂടി റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇതേപോലെ ഫിഖിഹിൻ്റെ വിഷയത്തിലും അങ്ങനെയുണ്ട്. എല്ലാം ഒരേ ഫിഖു ഒന്നല്ല, എല്ലാം ഒരേ തീരുമാനം ഒന്നല്ല. അതിലൊന്നാമത്തത് ഫിഖുഹുൽ മക്കാസിദാണ്. ഫിഖുഹുൽ മക്കാസിദ്. മക്സദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലക്ഷ്യമാണ്. ലക്ഷ്യത്തെ മുൻനിർത്തി ഫിഖ് ഉണ്ടാക്കുക. എന്താണ്? ലക്ഷ്യത്തെ മുൻനിർത്തിയിട്ട് ഫിഖ് പറയുക. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഉദാഹരണം പറയാം. ഏതുപോലെ എന്ന് പറഞ്ഞാൽ, കഴിയാനായി കേട്ടോ, കഴിയാനായി, ഒരു 10 മിനിറ്റും കൂടി. ലക്ഷ്യം നോക്കിയിട്ട് നിയമം ഉണ്ടാക്കുക, വിധി പറയുക. അത് ഏതാണെന്ന് വെച്ചാൽ, നമ്മൾ റസൂലുള്ളാഹി പറഞ്ഞു ഫിത്ർ സക്കാത്തിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അഗ്നൂഹും അൻ തവാഫി ദാലിക്കൽ യൗം. പെരുന്നാളിൻ്റെ ദിവസം ഒരു മനുഷ്യൻ എന്താവരുത്, ഭക്ഷണം തേടി ചുറ്റിക്കറങ്ങുന്ന അവസ്ഥ ഉണ്ടാവരുത്. അന്ന് അവർക്ക് ധന്യത വേണം. അന്ന് അവർക്ക് എല്ലാവരെയും പോലെ നല്ല ഭക്ഷണം കഴിച്ച് നമസ്കരിച്ച് പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റണം, അല്ലേ? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ ഫിത്ർ സക്കാത്തിന് എന്താ ചെയ്യുക? നിങ്ങളുടെ നാട്ടിൽ എന്താ ചെയ്യുക? നമ്മുടെ വീട്ടിലൊക്കെ അരി വാരും, അല്ലേ? അരി വാരും. ചിലയിടത്ത് എന്ത് ചെയ്യും? ചിലരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു കിറ്റ്, പെരുന്നാൾ കിറ്റ് എന്ന് പറഞ്ഞിട്ടല്ലേ തലേന്ന് തന്നെ കൊടുക്കും. നമ്മൾ ഫിത്ർ സക്കാത്ത് എപ്പോഴാണ് കൊടുക്കുക? അന്ന് ചിലപ്പോൾ രാവിലെ കൊടുക്കുക. അന്ന് രാവിലെയൊക്കെ കൊടുക്കുന്നു. ശരിക്കും റസൂൽ എന്താ ഉദ്ദേശിച്ചത്? എന്താ അതിൻ്റെ ലക്ഷ്യം? ആ ദിവസം ആ മനുഷ്യനും ആ കുടുംബവും സന്തോഷത്തോടെ പെരുന്നാൾ ആഘോഷിക്കുക. അപ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇല്ല, അരി തന്നെയാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്ന സാധനമാണ് കൊടുക്കേണ്ടത്, അടിസ്ഥാന ഭക്ഷണ സാധനമാണ് കൊടുക്കേണ്ടത്. ചിലർ പറഞ്ഞു എന്ത്, അല്ല, ആ മനുഷ്യനെ ഒരു എമൗണ്ടാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ കറി ഉണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കി. ഇനിയിപ്പോൾ ചിക്കൻ പൊരിച്ചതാണെങ്കിൽ എല്ലാവരുടെ വീട്ടിൽ അതന്നെയല്ല, എന്തെങ്കിലും ആട്ടം പൊരിച്ച് ചിക്കൻ എന്തൊക്കെ ആട്ടെ, അതിനുള്ള ഇതാണ് ചെയ്തു കൊടുക്കേണ്ടത്. അപ്പം പണ്ഡിതന്മാർ പറഞ്ഞു എന്ത്, നമ്മളവിടെ ചെയ്യേണ്ടത് അരി കൊടുക്കുന്നതിന് പകരം റസൂല് പറഞ്ഞ ധന്യത കൈവരുക എപ്പോഴാണ്? അവരുടെ ആവശ്യം നിറവേറ്റാൻ പറ്റുന്ന എമൗണ്ട് അവർക്ക് കിട്ടുമ്പോഴാണ്. ഇതാണ് ഫിഖുഹുൽ മക്കാസിദ്. റസൂലില്ലല്ലോ, നമുക്ക് റസൂൽ പറയാനുണ്ടോ? ഇല്ല. പണ്ഡിതന്മാർ തോന്നിയ പോലെ പറഞ്ഞതാണോ? അല്ല. ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം? അവരന്ന് ധന്യത. പക്ഷെ ധന്യത എങ്ങനെയാകണമെന്ന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ചിലർ പറഞ്ഞു ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്, റസൂൽ അതാ ഉദ്ദേശിച്ചത്. ചിലർ പറഞ്ഞു ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. എന്തായാലും അവർക്ക് എന്തോ കിട്ടുന്നുണ്ട്. ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാം പണ്ഡിതന്മാർക്കിടയിൽ. നമ്മുടെ നാട്ടിൽ തന്നെ വ്യത്യാസം ഉണ്ടല്ലേ. ചില മഹലിൽ വൈകുന്നേരം തന്നെ കുറേ കിറ്റാക്കി, എന്താ പഞ്ചസാര മറ്റേത് അത് എന്നൊക്കെ പറഞ്ഞൊരു കിറ്റ് തന്നെ കൊണ്ട് കൊടുക്കും. ചിലർ അരി മാത്രം കൊടുക്കും. ചില വീട്ടിലേക്ക് അരികൾ മാത്രം ഇങ്ങനെ വരും. അപ്പോൾ നമ്മളൊക്കെ നാട്ടിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലേക്ക് ഒരു രീതിയിൽ നമ്മൾ അപ്പുറത്തെ വീട്ടിലേക്ക് കൊടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കളിക്കും. അപ്പം ചിലർ ചോദിക്കും ഇതാണോ റസൂൽ ഉദ്ദേശിച്ചത്? പക്ഷെ എല്ലാവരും ലക്ഷ്യം റസൂൽ പറഞ്ഞ തന്നെയാണ്. ചിലപ്പം ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അതാണ് ഫിഖുഹുൽ മക്കാസിദ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ അല്ലേ? അപ്പോൾ റസൂൽ പറഞ്ഞ മക്കാസിദ്, മക്സദ്, ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഇതാണ് ചെയ്യേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറയാം. ഓക്കെ,
ഇനി രണ്ടാമത്തത് ഫിഖുഹുൽ മുലാഹറയാണ്. ഫിഖുഹുൽ മുലാഹറ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം അനീതിക്കെതിരെ പോരാടൽ നിർബന്ധമല്ലേ അല്ലേ? ഒരു നാട്ടിൽ അനീതി നടക്കുമ്പോൾ നമ്മൾ കൈ കെട്ടി നോക്കി വെക്കാൻ പാടുണ്ടോ? ഇല്ല. പക്ഷെ അനീതിക്കെതിരെ എങ്ങനെ പോരാടണം എന്ന വിഷയത്തിൽ എന്തുണ്ടാകും? അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ചിലർ പറയുന്നത് സായുധമായിട്ട്, ചിലർ പറയും തല്ലി തോപ്പിക്കണം, ചിലർ പറയും നിയമസഭയിലേക്ക് മാർച്ച് നടത്താം, ചിലർ പറയും അതിനൊന്നും വേണ്ട നമുക്ക് ഭരണകൂടത്തോട് പോയി സംസാരിച്ചാൽ മതി. ഇങ്ങനെ പല രീതിയിലാണ്. പക്ഷേ എന്ത് ഉറപ്പാണ്? അനീതിക്കെതിരെ സംസാരിക്കണം എന്ന് ഉറപ്പാണ്. ആ ഫിഖ് അന്നത്തെ കാലത്തെ പണ്ഡിതന്മാരെന്ത് ചെയ്യും? ഇപ്പം ഇന്ത്യയിൽ പറയും ചില പണ്ഡിതന്മാർ, വേണ്ട നമ്മളിപ്പോൾ ദേശരാഷ്ട്രത്തിലാണുള്ളത്, ഇവിടെ കോടതിയുണ്ട്, കോടതി പോവാം, നമുക്ക് ലീഗലി ഫൈറ്റ് ചെയ്യാം. ചിലർ പറയും അല്ല നമുക്ക് തെരുവിൽ പോയി പ്രക്ഷോഭം നടത്താം. നമ്മൾ തന്നെ ഇസ്ലാമിക സംഘടനകൾ പരസ്പരം വഴിചാരം കണ്ടിട്ടില്ലേ? നിങ്ങൾ തീവ്രവാദികളാണ്, നിങ്ങൾ എന്തിനാണ് തെരുവിൽ പോണത്, ഇവിടെ കോടതിയില്ലേ? ഇപ്പോൾ ബാബരി മസ്ജിദിൻ്റെ വിഷയം നോക്കിയാൽ നമ്മൾ കോടതി പോയിട്ടാണോ? അല്ല, ആ കോടതി തന്നെ പറഞ്ഞു എന്ത്, ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിട്ടില്ല, എന്നാലും ഇവിടെ രാമക്ഷേത്രം പണി തീർത്തപ്പെടട്ടെ. പക്ഷെ നമുക്ക് പിന്നെ അതിലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളെ പ്രശ്നം ഒരു പള്ളി എന്നല്ല, നമുക്ക് പള്ളി 100, 1000 പള്ളിയൊക്കെ കിട്ടും. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു അനീതി നടന്നു, അതാരും മറന്നു പോകരുത് എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം, അല്ലാണ്ട് കുഴപ്പമുണ്ടാക്കാനല്ല. ഇങ്ങനെ നമ്മൾ ഓരോന്നും വിട്ട് കഴിഞ്ഞാൽ പിന്നെ അനീതി എന്താവും? നോർമലൈസ് ചെയ്യപ്പെടും. ഒരു പള്ളി കൊടുക്കുന്നതിന് നമുക്ക് വല്ല കുഴപ്പമുണ്ടാവും? നമ്മളൊരെടുത്തോന്ന് പറയുള്ളൂ. ഇസ്ലാമിൻ്റെ ചരിത്രം അങ്ങനെയാണ്. നമുക്ക് പള്ളീൻ്റെ പക്ഷെ മറ്റേ പ്രശ്നം ഉണ്ടെന്താ അറിയോ? പള്ളി എവിടെ പോയാലും പള്ളിയാണ്, നമുക്ക് എവിടെയും അതല്ല. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു അനീതി അവിടെ നടന്നു, ആ അനീതി നോർമലൈസ് ചെയ്യപ്പെടരുത്. അപ്പോൾ നമ്മൾ ഇതിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ അർത്ഥം അവിടെ പോയി ഇത് പൊളിക്കാനൊന്നുമല്ല, ഒന്നും നമ്മൾ ചെയ്യൂല, അത് നമ്മൾ ഇസ്ലാം പറയുന്നുമില്ല, പഠിപ്പിക്കുന്നുമില്ല. ഓക്കെ, അപ്പം ഫിഖുഹുൽ മുലാഹറ അതൊരു ഫിഖാണ്. അത് എന്ത് സമീപനം, എങ്ങനെ സമരം ചെയ്യണം, എങ്ങനെ പോരാടണം എന്നത് ഒരു വിധി പണ്ഡിതന്മാരെന്ത് ചെയ്യും? സാഹചര്യങ്ങൾക്കനുസരിച്ച് കണ്ടെത്തും. ഇതാണ് ഫിഖുഹുൽ മുലാഹറ. മൂന്നാമത്തത് ഫിഖുഹുൽ മആലാത്താണ്. കോൺസിക്വൻസസ് നോക്കിയിട്ട് ഒരു ഫിഖ് പറയാം, ഒരു വിധി പറയാം. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നൊക്കെ നോക്കിയിട്ട് വിധി പറയാം. വളരെ സിമ്പിളായ ഒരു ഉദാഹരണം പറയാം. ഒരിക്കൽ റസൂലിൻ്റെ പള്ളിയിൽ ഒരു അറാബി വന്നിട്ട് മൂത്രമൊഴിച്ചു, യൂറിനേറ്റ് ചെയ്തു. സഹാബികൾ എന്ത് ചെയ്തു? അയാളെ തടയാൻ പോയി. റസൂൽ എന്ത് പറഞ്ഞു? തടയണ്ടെന്ന് പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം പള്ളിയിൽ മൂത്രമൊഴിക്കൽ, യൂറിൻ പാസ് ചെയ്യൽ ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. പിന്നെന്തുകൊണ്ട് റസൂൽ തടഞ്ഞില്ല? എന്തുകൊണ്ട് തടഞ്ഞില്ല? ഫിഖുഹുൽ മആലാത്താണ്. റസൂൽ അവിടെ സ്വീകരിച്ച ഫിഖ് എന്താണെന്ന് ചോദിച്ചാൽ, ആ മനുഷ്യനെ ഇവർ ഓടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പള്ളി മുഴുവൻ മൂത്രമാവും, യൂറിനാവും, പള്ളി മുഴുവൻ കഴുകേണ്ടി വരും. അയാൾക്കതൊന്നും അറിയില്ല. അയാൾ മൂത്രമൊഴിച്ച സ്ഥലം മാത്രം ഇപ്പം എന്ത് ചെയ്താൽ മതി? കഴുകിയാൽ മതി. അപ്പം അതിൻ്റെ എൻഡ് റിസൾട്ട് നോക്കിയിട്ടൊരു വിധി ഫിഖ് പറയാം, വിധി പറയാം. റസൂൽ എന്ത് ചെയ്തു? അയാളെ മൂത്രയിക്കാൻ വിട്ടു അവിടെ. അതിൻ്റെ അർത്ഥം പള്ളിയിൽ മൂത്രയിക്കാന്നല്ലല്ലോ. നമ്മളൊരു വിധി അങ്ങനെ കണ്ടെത്തുമോ? നമുക്ക് തന്നെ പറ്റൂലല്ലോ, നമുക്കത് മനസ്സിലാവില്ല. ഇതാണ് കേട്ടോ പണ്ഡിതന്മാർ അങ്ങനെയാണ് അത് മനസ്സിലാക്കുക. അതിൻ്റെ അർത്ഥം നമ്മൾ തീരുമാനിക്കുകയാണ്, അല്ല പള്ളിയിൽ മൂത്രയിക്കാൻ കാരണം റസൂലിൻ്റെ കാലത്ത് ഒരാൾ മൂത്രയിച്ചപ്പോൾ റസൂൽ മൂത്രയിച്ചോ എന്ന് പറഞ്ഞിരുന്നു, യൂറിൻ പാസ് ചെയ്തോന്ന് പറഞ്ഞിരുന്നു എന്ന് പറയും. നമ്മൾ ഒരു കോമൺ സെൻസ് ഉള്ളവർ പറയില്ല. ആ കോമൺ സെൻസിൻ്റെ അപ്പുറത്തെ സെൻസ് നമ്മളെ പണ്ഡിതന്മാർക്കുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്, അവരൊരിക്കലും അബദ്ധങ്ങൾ പറയുന്നത്, അവർ ദീനിൻ്റെ വെളിച്ചത്തിലാണ് കാര്യങ്ങൾ പറയാം. ഇതാണ് മൂന്നാമത്തെ ഫിഖ് എന്ന് പറഞ്ഞാൽ ഫിഖുൽ മആലാത്ത്. ആ സാഹചര്യങ്ങൾ മുൻനിർത്തി ഫിഖ് പറയുക. റസൂൽ ആ ഒരു ഫിഖാണ് സ്വീകരിച്ചത്. നേരത്തെ പറഞ്ഞ കൈവെട്ട് കേസൊക്കെ, കൈവെട്ടാണോ? വേണ്ട, അവൻ്റെ കൈവെട്ടേണ്ട, കാരണം അവൻ കട്ടത് ബോധപൂർവമല്ല, അവൻ പട്ടിണി കിടന്ന് ഗതികെട്ട് കെട്ടതാണ് എന്ന് ഉമർ മനസ്സിലാക്കി. അയാളെ വിട്ടുവീഴ്ച ചെയ്തു, അയാൾക്ക് ഇതായി കൊടുത്തു. ചിലപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യൂല. ഓക്കെ, ഇനി നാലാമത്തത് ഫിഖുൽ ഔലവിയാത്താണ്. ഔലവിയാത്ത്, ഫിഖുൽ ഔലവിയാത്ത് അതെന്താന്ന് വെച്ചാൽ, ഒരാൾ ഹജ്ജ് ചെയ്തു, അയാൾക്ക് രണ്ടാമത് ഹജ്ജ് ചെയ്യാൻ ആഗ്രഹം. പക്ഷെ അയാൾ അയൽവാസി ഒരു രോഗിയാണ്, അയാൾക്ക് ചികിത്സിക്കാനുള്ള ഒരു പൈസയില്ല. അപ്പം ഇയാൾ വന്നിട്ട് ഒരാളോട്, നിങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, എനിക്ക് രണ്ടാമത് ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഞാനൊരു ഹജ്ജ് ഓൾറെഡി ചെയ്തു, എനിക്ക് രണ്ടാമത് ഹജ്ജ് ചെയ്യണം, പക്ഷെ എൻ്റെ അയൽവാസിയായിട്ടുള്ള ഒരാൾ രോഗിയാണ്, അയാൾക്ക് ചികിത്സക്കുള്ള പൈസയൊന്നുമില്ല, എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? എന്താ നിങ്ങൾ പറയാം? നിങ്ങൾ ഹജ്ജ് ചെയ്യരുത്, ഹജ്ജ് തെറ്റാണ്. അവിടെ ഹജ്ജ് തെറ്റാണ്, ഇസ്ലാമിനെതിരാണ്, ഷറഈനെതിരാണ്, അള്ളാഹിൻ്റെ ദീനിൻ്റെ മഖ്സദിനെതിരാണ്. കാരണം അയാൾ അവിടെ ചെയ്യേണ്ടത് എന്താണ്? ഈ മനുഷ്യൻ്റെ ചെലവ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ തീരുമാനിച്ചു കളയോ ഹജ്ജ് തെറ്റാണ്, നമ്മൾ ആ നിയമം വെച്ചിട്ട് പറയോ? ഇല്ല. ആ സാഹചര്യത്തിൽ അതാണ് ശരി, അത് മീറ്റ് ചെയ്യലാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാവും അത്. അതാണ് ഫിഖുൽ ഔലവിയാത്ത്. വേറൊരു ഉദാഹരണം പറയാം. നിങ്ങളിപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യാണ്, നിങ്ങൾ ഡ്രൈവറാണ്,
നിങ്ങളെ ബസ്സിൽ കുറേ മനുഷ്യന്മാരുണ്ട്. അപ്പോൾ ഒരു അപകടം സംഭവിക്കാൻ പോവുകയാണ്. രണ്ടാലൊരു ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഈ ഭാഗത്തേക്ക് പോവുക, അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് പോവാം. ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളടക്കം ബസ്സിലുള്ള എല്ലാവരും കൊക്കയിൽ പോയും ചിലപ്പോൾ മരിക്കും, ചിലപ്പോൾ രക്ഷപ്പെടും, അല്ലാഹു ആലം. ഈ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഈ ഭാഗത്തോടെ ഒരു സ്കൂട്ടിലൊരു മനുഷ്യൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും, ചിലപ്പോൾ ഈ മനുഷ്യൻ മരിക്കും. അവിടെ എന്താ നമ്മൾ സ്വീകരിക്കേണ്ടത്? ഏതോ ഒന്ന് സ്വീകരിക്കണം. ഏതാ സ്വീകരിക്കണ്ടേ? ഏതാ? ഇപ്പുറത്താണ് സ്വീകരിക്കുക, വേറെ വഴിയില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യും? ചെറിയൊരു അവിടെ മുൻഗണന ഇതിന് കൊടുക്കും, ഈ കുറേ മനുഷ്യന്മാരുടെ ജീവന് കൊടുക്കും. വേറെ വഴിയില്ല. അതാണ് ഫിഖുൽ ഔലവിയാത്ത് എന്ന് പറഞ്ഞാൽ, മുൻഗണനയുടെ ഫിഖ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്തത് ഫിഖുൽ മുവാസന. അതും കൂടി പറഞ്ഞ് അവസാനിച്ചു. ഫിഖുൽ മുവാസന എന്ന് പറഞ്ഞാൽ ആൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് അത് നോക്കിയിട്ട് വിധി സ്വീകരിക്കാം. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഉദാഹരണം പറയാം. സക്കാത്ത് കൊണ്ടെന്താ ഇസ്ലാം ഉദ്ദേശിക്കണേ? സക്കാത്ത് കൊണ്ട് എന്താ ഉദ്ദേശിക്കണേ? ചില ആൾക്കാരുടെ, ചിലർക്ക് അല്ലേ അവകാശികളുണ്ട് സക്കാത്തിൻ്റെ, അവർക്ക് ഇത് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ അള്ളാഹു രണ്ടുപേരെയും പരിഗണിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷേ എല്ലാവർക്കും കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവിടെ കൃത്യമായൊരു സാധനമൊക്കെ ഉണ്ട്. അപ്പം അതിൽ നമ്മുടെ നാട്ടിൻ്റെ ഒരു രീതി അനുസരിച്ച് നമ്മൾ സ്വർണത്തിനെ മാനദണ്ഡാക്കിയിട്ടാണ് സക്കാത്ത് കൊടുക്കുക അല്ലേ? സ്വർണത്തിനെ മാനദണ്ഡാക്കിയിട്ടാണ്. 85 ഗ്രാം എന്ന് പറഞ്ഞാൽ 5.5 ലക്ഷം ഉണ്ടെങ്കിൽ 10.5 പവൻ. 10.5 പവൻ ഒരാൾക്ക് കയ്യിലുണ്ടെങ്കിൽ, ഒരു വർഷം തികയുമ്പോൾ കയ്യിലുണ്ടെങ്കിൽ അയാൾ 2.5% സക്കാത്ത് കൊടുക്കണം. സ്വർണമാണ് മാനദണ്ഡമാക്കുന്നതെങ്കിൽ. വെള്ളിയാണ് മാനദണ്ഡമാക്കുന്നതെങ്കിലോ ചെറിയ എമൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? സക്കാത്ത് കൊടുക്കേണ്ടി വരും. അതിൽ സക്കാത്തിൻ്റെ അവകാശികളിൽ ഏത് മാനദണ്ഡം സ്വീകരിച്ചാലാണ് അവർക്ക് കൂടുതൽ ഉപകാരം? ഏതാ? സ്വർണം കൊടുത്താൽ എന്താ സംഭവിക്കുക? വളരെ കുറഞ്ഞ പേർക്ക് എന്ത് കൊടുക്കേണ്ടി വരും? 5.5 ലക്ഷം ഉണ്ടായാലും എന്ത് ചെയ്യേണ്ട? സക്കാത്ത് കൊടുക്കണ്ട. പക്ഷെ നമ്മുടെ നാട്ടിൽ സ്വർണത്തിന് വലിയ വിലയാണ്. പക്ഷെ വെള്ളിയാണ് മാനദണ്ഡാക്കുന്നതെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ നമ്മളൊക്കെ സക്കാത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ നല്ലത് ഏതാ? ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്കറിയാം സ്വർണത്തിന് ഭയങ്കര വിലയാണ്. 5.5 ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ടാണ് നമുക്കറിയാം. പക്ഷെ എന്നിട്ട് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അത് നമ്മുടെ സക്കാത്തിൻ്റെ മക്സദിനെ ബാധിക്കൂലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പണ്ഡിതന്മാർ പറയുന്നത് നിങ്ങൾ വെള്ളിയെ മാനദണ്ഡമാക്കി കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? സൂക്ഷ്മതയുടെ ഫിഖ് അവിടെ എന്താണെന്ന് വെച്ചാൽ എന്താണ്? ഈ സാധനമാണ്, വെള്ളി മാനദണ്ഡാക്കിയിട്ട് സക്കാത്ത് കൊടുക്കുക. എന്നാൽ സ്വർണം ഒരാൾ തീരുമാനിക്കണം ഞാൻ സ്വർണത്തിന് വെച്ചിട്ടേ കൊടുക്കും, കാരണം അതാണ് ഇസ്ലാം എന്ന്. അങ്ങനെയും ചെയ്യാം. പക്ഷേ അയാളെ ബേസ് ഇസ്ലാമായാൽ മതി, കള്ളത്തിനും കാണിക്കാതിരുന്നാൽ മതി, നിയ്യത്ത് ഇസ്ലാമായാൽ മതി അല്ലേ? മറ്റേ ഇത് പറയാറുണ്ടല്ലോ, പിന്നെ പണ്ട് കാലത്ത് റസൂലിൻ്റെ കാലത്ത് ചില ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. ഒരാൾക്ക് 5 ആടുണ്ടെങ്കിൽ ഒരാടിനെ സക്കാത്ത് കൊടുക്കണമെന്നുണ്ട് ഒരു വർഷം തികയുമ്പോൾ. അപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്യും അറിയോ? വർഷാവസാനമാകുമ്പോൾ ഒരാടിനെ അപ്പുറത്തെ വീട്ടിൽ വെറുതെ കൊടുക്കും. അപ്പോൾ എന്താ ഈ 4 ആട് സക്കാത്ത് കൊടുക്കേണ്ടത്? എന്തിനാ അങ്ങനെ തട്ടിപ്പളിക്കണം? കൊടുക്കാതിരുന്നാൽ പോരെ? ഇത് അള്ളാഹ്ക്ക് അറിയൂലേ? അറിയാലോ. അതേപോലെ നമ്മുടെ നിയ്യത്ത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഏത് മദ്ഹബും സ്വീകരിക്കാം. പക്ഷെ ആ മദ്ഹബിനെ സ്വീകരിക്കുന്നതിൽ നമ്മുടെ നിയ്യത്ത് വളരെ പ്രധാനമാണ്. അള്ളാഹിനെ പറ്റിക്കാനാണോ? എന്താണ് ഇവിടുത്തെ മനുഷ്യരെ പറ്റിക്കാനാണോ? അതെന്തായാലും പറ്റിക്കാൻ പറ്റില്ല. അള്ളാഹ് അറിയും അത്. ആ ഒരു വിഷയം അവിടെ ഉണ്ടാവണം. നമ്മുടെ നിയ്യത്ത് വളരെ പ്രധാനമാണ് അതിൽ. ഞാൻ ഖുർആനും സുന്നത്തും അനുസരിച്ച് തന്നെയാണ് ജീവിക്കണത്. പക്ഷെ മറ്റാളെ സംബന്ധിച്ചിടത്തോളം ഇത് തെറ്റാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയാണെന്നാണെങ്കിൽ ശരി തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. അത് തെറ്റാണെങ്കിൽ പോലും എന്താണ്? കുറ്റമില്ല. കാരണം എന്താ? അവർ നിയ്യത്ത് ഈസ് ക്ലിയർ. ഇത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പം ഇതാണ് മുവാസന, ഫിഖുൽ മുവാസന. ഇത് രണ്ടിനെയും താരതമ്യം ചെയ്ത് ബാലൻസ് ചെയ്ത് ഇതിൽ കൂടുതൽ ഉപകാരം ജനങ്ങൾക്ക് ഏതാണെന്ന് നോക്കിയിട്ടൊരു വിധി പറയാം. ഇന്നത്തെ കാലത്ത് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നല്ലതെന്താണെന്ന് വെച്ചാൽ വെള്ളിയെ മാനദണ്ഡാക്കി സക്കാത്ത് കൊടുക്കലാണ്. അപ്പം കുറേ പേർക്ക് കൊടുക്കേണ്ടി വരും, കുറേ പേർക്ക് കിട്ടും. കാരണം സ്വർണത്തിന് ഭയങ്കര വിലയാണ്. 5 ലക്ഷം ഉണ്ടായാലും സക്കാത്ത് കൊടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥ വളരെ മോശമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാൽ അവസാനത്തതാണ് ഫിഖുൽ വറഅ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. അതാണ് നമ്മളെല്ലാത്തിൻ്റെയും അടിസ്ഥാനം. നമ്മളെപ്പോഴും വ്യക്തി എന്ന നിലയിൽ നമ്മളെപ്പോഴും സ്വീകരിക്കേണ്ട ഫിഖ് എന്താണെന്ന് ചോദിച്ചാൽ സൂക്ഷ്മതയുടെ ഫിഖ് ആകണം, തഖ്വയുടെ ഫിഖ് ആകണം, ഇഹ്സാനിൻ്റെ ഫിഖ് ആകണം, ഇസ്ലാമിൻ്റെ ഫിഖ് ആകണം. മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഫിഖ് എന്താണെന്ന് ചോദിച്ചാൽ ഫിഖ്ഹു തൈസീർ ആകണം, എളുപ്പത്തിൻ്റെ ഫിഖ് ആകണം. ഇതാണ് അതിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു 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 വിശദീകരണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ അത്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ
ഇതുണ്ടല്ലോ, ക്രിസ്മസ് കേക്ക് മുറിക്കാൻ പറ്റുമോ, ഓണത്തിന് സദ്യ കഴിക്കാൻ പറ്റുമോ? അപ്പം അതിന് 3 കാര്യമാണുള്ളത് നമുക്ക്. ഒന്ന് അക്കീദയാണ്, ഒന്ന് അഖ്ലാഖാണ്, ഒന്ന് ഫിഖ്ഹാണ്. എന്തൊക്കെയാണ്? ഒന്ന് അക്കീദയാണ്, അഖ്ലാഖ് നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ സ്വഭാവമാണ്. മൂന്നാമത്തത് ഫിഖ്ഹാണ്. അക്കീദയിൽ എന്തെങ്കിലും കോംപ്രമൈസ് പറ്റുമോ? ഇല്ല. അഖ്ലാഖിൽ എന്തെങ്കിലും കോംപ്രമൈസ് പറ്റുമോ? നമ്മുടെ സ്വഭാവത്തിന് നമുക്ക് ഇടയ്ക്കൊക്കെ കള്ളത്തരം ചെയ്യാൻ പാടും, അങ്ങനെ പറ്റുമോ? ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വേറെ കാര്യമാണ്. മനുഷ്യരെ ഡിപ്പെൻഡ് ഓൺ വ്യക്തികൾ, സാഹചര്യങ്ങൾ. പക്ഷെ നമുക്ക് അടിസ്ഥാനപരമായിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഫിഖ്ഹിൽ എന്തുണ്ട്? ഒരളവുണ്ട്. അവിടെയാണ് നമ്മൾ സദ്യ കഴിക്കാം, അവരെ വീട്ടിൽ പോകാം, അയൽവാസികളല്ലേ, അവരെ സന്തോഷത്തിൽ പങ്കുചേരാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണ്ട? അവരിടുന്ന വീട്ടിലെ പൂച്ചെടി നമ്മുടെ വീട്ടിലിടണ്ട. അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മുടെ സംസ്കാരത്തെ ബാധിക്കും, സ്വഭാവത്തെ ബാധിക്കും, അല്ലേ? ഫിഖ് അങ്ങനെ ഒരു സാധനമാണ്. ഫിഖിൽ നമുക്ക് എന്തുണ്ട്? അള്ളാഹു ചില ഒരു തുറവികൾ, ഓപ്പൺനെസ് തന്നിട്ടുണ്ട്. പക്ഷെ അക്കീദയിലും അഖ്ലാഖിലും അത് പാടില്ല. അതിൻ്റെ അർത്ഥം ഇസ്ലാമില്ല എന്നല്ല. നമ്മൾ അക്കീദ സൂക്ഷിച്ച്, അഖ്ലാഖ് സൂക്ഷിച്ച് നമുക്ക് ആരുമായിട്ടും ഇടപഴകാം. പക്ഷെ നമ്മൾ അക്കീദയെ ബാധിക്കാതെ നോക്കണം, നമ്മുടെ അഖ്ലാഖിനെ ബാധിക്കാതെ നോക്കണം. അത്രയേ ഉള്ളൂ. ഇസ്ലാം അത്രയും സിമ്പിളാണ്, എന്നാൽ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതാണ് പിന്നെ ഫിഖുഹുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ എപ്പോഴും സൂക്ഷ്മതയുടെ ഫിഖിനെ സ്വീകരിക്കുക. നമ്മൾ എന്ത് വിധി സ്വീകരിക്കുമ്പോഴും നമ്മുടെ ലക്ഷ്യം എന്താവണം? അള്ളാഹിൻ്റെ തൃപ്തിയാവണം. നമ്മൾ എന്തൊഴിവാക്കുമ്പോഴും നമ്മുടെ ലക്ഷ്യം എന്താവണം? അള്ളാഹിൻ്റെ തൃപ്തിയാവണം. ഇനി നമ്മൾ ആ വിധി സ്വീകരിച്ചത് തെറ്റാണെങ്കിൽ പോലും അള്ളാഹിൻ്റെ അടുത്ത് കുറ്റക്കാരനല്ല. കാരണം നമ്മുടെ ലക്ഷ്യം അള്ളയായിരുന്നു. നമുക്ക് അത്രയല്ലേ വേണ്ടൂ. പിന്നെ നമ്മൾ പഠിച്ചാലെന്ത്, പഠിച്ചിട്ടില്ലെങ്കിലെന്ന്. ഞാനതാ നേരത്തെ പറഞ്ഞത്. ഞാനും നിങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് കുറേ ചർച്ച ചെയ്ത് ഞാൻ എൻ്റെ പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നു. ഞാനിന്നിപ്പോൾ ഈ സംജ്ഞകളുണ്ടല്ലോ, ഞാൻ എങ്ങനെ പറഞ്ഞാലാണ് നിങ്ങൾക്ക് മനസ്സിലാവാന്ന് ഇങ്ങനെ കുറേ ആലോചിച്ചിട്ടാണ് ഈ 5 ഉദാഹരണങ്ങൾ തപ്പിപ്പിടിച്ച് കണ്ടെത്തിയിട്ട് പറഞ്ഞത്. കാരണം എന്നാലും ചിലപ്പോൾ മനസ്സിലാകാത്ത ആൾക്കാരുണ്ടാവും. ഒരു പ്രശ്നവുമില്ല. നമ്മളിത് മനസ്സിലാക്കാൻ സാധാരണ പറയാറുണ്ട്, ഒരാൾ ഖുർആൻ തപ്പിയാണ് ഓതുന്നതെങ്കിൽ ഡബിൾ കൂലി എന്നാണ് പറഞ്ഞത്. എന്ന് വിചാരിച്ച് പഠിക്കാണ്ട് തപ്പി ഓതണം എന്നല്ല കേട്ടോ. അതിൻ്റെ ഉദ്ദേശം എന്താ? ഒരാൾക്ക് പഠിക്കാൻ പറ്റിയില്ല, എന്താ ചെയ്യുക? പക്ഷേ അയാൾക്ക് ഖുർആൻ പഠിക്കണം, ഓതണം. പക്ഷെ ഓതുമ്പോൾ തപ്പി പോവാണ്. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ തപ്പി ഓതുക? പ്രതിഫലം ഇരട്ടിയാണ്. അതിൻ്റെ അർത്ഥം പഠിക്കാണ്ട് തപ്പി ഓതാനുള്ളത്. മറ്റേ ഇത് പറഞ്ഞ മാതിരി ആരാണ്? ഭഗത് സിംഗ് ആരൊക്കെയാ? ഇതില്ലേ, തോൽവി വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ്, അതുകൊണ്ടാണ് തോറ്റയെന്ന് പറഞ്ഞ് ഉമ്മ സ്വീകരിക്കുമോ? അല്ല, നീ പഠിക്കായിട്ടാന്ന് പറയാ. അത്രയേ ഉള്ളൂ. നമ്മുടെ ലക്ഷ്യം ക്ലിയർ ആക്കുക, നമ്മുടെ നീയത്ത് ക്ലിയർ ആക്കുക, നമ്മുടെ ഉദ്ദേശം ക്ലിയർ ആക്കുക. ഫിഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഫിഖ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്, അതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. പണ്ഡിതന്മാർ പറഞ്ഞതും ഇസ്ലാം തന്നെയാണ്. ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ നമുക്ക് ദീൻ പഠിപ്പിച്ച് തരിക, നല്ല മനുഷ്യരായി ജീവിക്കുക, നമ്മുടെ ദുനിയാ ജീവിതം നന്നാക്കുക, നമ്മുടെ പരലോക ജീവിതം മനോഹരാക്കുക എന്നത് മാത്രമാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ, വളരെ ജെനുവിൻ ഡൗട്ട്സ് നിങ്ങൾ ചോദിച്ചാൽ ഒരു പക്ഷേ ഒന്നും കൂടി ക്ലിയർ ആവും വിഷയം. എനിക്ക് തോന്നുന്നത് കുറച്ചൊരു പിക്ചർ കിട്ടിയിട്ടുണ്ടാവും ഫിഖിനെ കുറിച്ച്. ഫിഖ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം തന്നെയാണ്. ഓക്കെ, അത് കാലം കഴിയും തോറും സംഭവിക്കുന്ന സ്വാഭാവികമായ പിന്നെ വ്യത്യസ്തതകളാൽ സംഭവിക്കുന്ന കുറേ വിശദീകരണങ്ങളും സാധനങ്ങളും മാത്രമാണ്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു ക്ലാസ്സിൽ ഇരുന്ന് നോക്കുക, ഒരു ടീച്ചർ ഫിസിക്സ് പഠിപ്പിച്ചു, എല്ലാവർക്കും ഒരേപോലെയാണ് മനസ്സിലായിട്ടുണ്ടാവുക? അല്ല. ആ ക്ലാസ്സിലുള്ള മനുഷ്യരെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ച് നോക്കിയാൽ എല്ലാവരും ഒരേപോലെ ആയിരിക്കും ക്ലാസ് എടുക്കുക. ചിലരെന്ത് ചെയ്യും? ടീച്ചർ പറഞ്ഞതിനേക്കാൾ ചിലപ്പോൾ ഉഷാറായി പറയും. ചിലർ ടീച്ചറിനെ പോലെ തന്നെ പറയും. ചിലരെന്തായിരിക്കും? ടീച്ചർ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പറയാം. ഇവരെല്ലാം ഇരുന്നത് ഒരേ ക്ലാസ്സിലല്ലേ? അവർ ബോധപൂർവം തെറ്റിച്ച് പറഞ്ഞതാണോ? അല്ല. അവനത്രേ പറ്റുമോ? അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് അത് നമ്മുടെ ഇതിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ദീൻ മനസ്സിലാക്കുന്നതിൽ. പക്ഷെ അവരുടെ ലക്ഷ്യം മോശമല്ലാതുകൊണ്ട് അതെല്ലാം എന്താണ്? അള്ളാഹിൻ്റെ അടുത്ത് സ്വീകാര്യമാണ്. പക്ഷെ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫിഖിനെ മനോഹരമാക്കി കൊണ്ടേയിരിക്കുക, നമ്മൾ തൗബ ചെയ്തുകൊണ്ടേയിരിക്കുക, നമ്മുടെ ജീവിതത്തെ കൃത്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അള്ളാഹ് തൃപ്തിപ്പെടുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിപ്പണിയുക എന്നതാണ് ഫിഖ്. ആ ഫിഖ് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? നിരന്തരം പ്രാക്ടീസ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഹറാമ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ പോകാതിരിക്കുക, ഹലാല് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് സ്വീകരിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹിനെ പറ്റിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പറ്റില്ല. അള്ളാഹിനെ പറ്റിക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. നമ്മൾ മറ്റേ ഹസറുദ്ദുന്യാവല്ലാഹറാകണ്ടല്ലോ. ഒന്നുകിൽ ദുനിയാവെങ്കിലും കിട്ടിക്കോട്ടെ, കച്ചറാണെങ്കിൽ കച്ചറ. ഇത് അതുമില്ല ഇതുമില്ല, കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന് വേണ്ടല്ലോ. ക്ലാരിറ്റിയിൽ നമ്മൾ ദീൻ പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക.
അതിനിടയിൽ നമുക്ക് സംഭവിക്കുന്ന പിഴവുകൾ അള്ളാഹു പുറത്തു തരാൻ തയ്യാറാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നു. ഇതാണ് ദീൻ. ഇതാണ് പണ്ഡിതന്മാർ നിർവഹിച്ച ദൗത്യം. അതിൻ്റെ ഭാഗമാണ് ഫിഖ്, അതിൻ്റെ ഭാഗമാണ് ഇത്തരം വിശദീകരണങ്ങൾ, അതിൻ്റെ ഭാഗമാണ് ഇത്തരം കാര്യങ്ങളെന്ന് മനസ്സിലാക്കി അതിനെ പഠിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.